ഇന്ന് ലോക ഗജദിനം. ഗജവീരന്മാരുടെ സംരക്ഷണത്തിനായി 2011 മുതൽ എല്ലാ വർഷവും ഓഗസ്റ്റ് 12 ആനകളുടെ ദിനമായി ആചരിച്ചു വരുന്നുണ്ട്. തൃശൂരിലെ ഗോപു നന്തിലത്തിന്റെ ഉടമസ്ഥതയിലാണെങ്കിലും കടമ്പഴിപ്പുറത്തുകാരുടെ പ്രിയപ്പെട്ടവനായി മാറിയ നന്തിലത്ത് ഗോവിന്ദക്കണ്ണന്റെ വിശേഷങ്ങളിലേക്ക്. ഏഷ്യൻ ആഫ്രിക്കൻ ആനകളുടെ ദുരവസ്ഥ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിനായാണ് ലോക ആന ദിനം ആരംഭിച്ചത്. ചങ്ങലക്കിലുക്കത്തോടെ ചെവിയാട്ടി നടന്നുവരുന്ന ഗജവീരനെ എത്ര ദൂരെ നിന്നു കണ്ടാലും ഏത് ആനയാണെന്ന് പറയാൻ കഴിയുന്ന ആനപ്രേമികളുള്ള നാടാണ് കേരളം. അങ്ങനെയൊരു ആനപ്രേമത്തിന്റെ കഥയാണ് കർണാടകയിൽ നിന്നും കൊല്ലത്തേക്കും പിന്നീട് അവിടെ നിന്നും പൂരങ്ങളുടെ പൂരമായ തൃശൂരിലേക്ക് എത്തിയ ഗോവിന്ദക്കണ്ണന്റെ പാപ്പാൻ അനൂപിനും പറയാനുള്ളത്. അറിഞ്ഞു കൊണ്ടുവരുന്ന അവിടെ മനസ്സിലാക്കിക്കൊണ്ടുവന്നാൽ കാണുന്നല്ലേ. അനൂപിന്റെ അച്ഛൻ അശോകൻ കൊണ്ടുനടന്ന അകാലത്തിൽ ചെരിഞ്ഞ തിരുവമ്പാടി ശിവസുന്ദറാണ് അനൂപിന്റെ ഇഷ്ടപ്പെട്ട ആനകളിലൊന്ന്. തൃശൂരിലെ ഗോപു നന്തിലത്തിന്റെ ഉടമസ്ഥതയിലാണെങ്കിലും കടമ്പഴിപ്പുറത്തുകാരുടെ ഹൃദയത്തിലാണ് ഗോവിന്ദക്കണ്ണന്റെ സ്ഥാനം. പൂരപ്പറമ്പുകളിൽ നിറസാന്നിധ്യമാണ് ഗോവിന്ദക്കണ്ണൻ. കർക്കിടക മാസം ആയതിനാൽ തന്നെ സുഖചികിത്സയും കൂടാതെ പ്രധാന ക്ഷേത്രങ്ങളിലെ ആനയൂട്ടുകളിലും ഗോവിന്ദക്കണ്ണൻ പങ്കെടുക്കുന്നുണ്ട്. എൻ്റെ അച്ഛൻ പൂക്കോടെ ചെയ്യുന്നത് ആരാ വീട്ടിൽ കൊണ്ട് അതാണ് അവിടെ കഴിഞ്ഞിട്ടുള്ളൂ ആനകളൊക്കെ. അവരാ കാരണം ആന അവരാണ് വലുത്. ഇവ കഴിഞ്ഞിട്ടുള്ളതുണ്ട്. ഇത് ആനക്കാരനുള്ളതാണ്. ആനക്കാരൻ തന്നെ പിടിക്കാൻ മതി. അതാണ് അവൻ്റെ താല്പര്യം. CCN കടമ്പഴിപ്പുറം.